ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബേബീസിൻ്റെ ഈവനിങ് റൊട്ടീൻ, ഈവനിങ് ഓർ നൈറ്റ് റൊട്ടീൻ അങ്ങനത്തെ ഒരു ഇതിലാണ്. നമ്മളൊന്ന് പുറത്തേക്കെല്ലാം പോയി വരികയൊക്കെ ചെയ്തു. ഇനിയത്തെ ഇവരുടെ കാര്യങ്ങൾ, ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കുക, പിന്നെ ഇവരെ കുളിപ്പിക്കും. രാത്രി ഞാൻ കുളിപ്പിച്ചിട്ടേ കിടത്തലുള്ളൂ. കുളിപ്പിക്കും, പിന്നെ ഇവരെ കളി, അങ്ങനത്തെ ഓരോരോ കറി, ഇവരെ ഉറക്കം വന്നിട്ടുള്ള സ്വഭാവങ്ങൾ, അങ്ങനെ പലതും വരാനുണ്ട്. പിന്നെ ഇതാക്കണ്ട, നമ്മൾ വാതിന് കൂട്ടിയാൽ വാതിൽ തുറന്ന് വരുന്നൊരു സാധനമാണ് ഇത്. വാതിൽ തുറന്നിട്ട് ഓരങ്ങ് പോകും. അതാണ് ഓരോ സ്വഭാവം. അപ്പം ഇവരെ ഈ കളി കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇനി അടുത്ത ഈ വീഡിയോ വരുന്നത്. അല്ലേ സിട്ടപ്പ? അപ്പം നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകാം. പിന്നെ രാത്രി കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിൽ ഓരോന്നായിട്ട് കാണാം. ഓക്കെ. അപ്പം ഗൈസ്, പിള്ളേർ ഉറങ്ങ ഓടിച്ചെന്നെ എൻ്റെ ഉപ്പാടളകലാണ്. കാരണം വെച്ചാൽ ഫുള്ള് മസിൽ പെയിനും കാര്യങ്ങളും. രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിരിക്കും. കാരണം വെച്ചാൽ അത്രയും വേദനകളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് റിലീഫ് കിട്ടിയ ഒരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അഗാരോ ആറ്റം പ്ലസ് ഇലക്ട്രിക് ഹാൻഡിൽഡ് ബോഡി മസാജർ. ഇതൊരു ശക്തമായ ഇലക്ട്രിക് ഹാൻഡിൽഡ് ബോഡി മസാജറാണ്. ഇത് ഡീപ്പ് ടിഷ്യൂ മസാജ് വഴി മസിൽ റിലാക്സേഷൻ, ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തൽ, കൂടാതെ ബോഡി ടോണിങ് എന്നിവയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഈ മസാജറിനൊപ്പം 4 ഡിറ്റാച്ചബിൾ മസാജ് ഹാൻഡ്സും കിട്ടുന്നുണ്ട്. തായ്ചി ഹെഡ്, പിൻഭാഗം, സ്പൈൻ, അക്യുപ്രഷർ പോയിന്റുകൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ ബോൾ ഹെഡ്, കൈകളും കാലിലെ കാഫ് മസിലുകൾക്കും ഓക്കെയാണ്. അത് കൂടാണ്ട് പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ വേബി ഹെഡ്. അത് ശരിക്കും സൂപ്പറാണ്. മുട്ടുകളും കാൽമുട്ടുകൾക്കൊക്കെ ചില മസാജേഴ്സിനൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അതിന് സെറ്റാണ്. പിന്നെയുള്ളത് ഫ്ലാറ്റ് ഹെഡ്, വലിയ മസിലുകൾക്കൊക്കെ ഇത് ഓക്കെയാണ്. കൂടാതെ പ്രൊട്ടക്റ്റീവ് മെഷ് കവറും ഇതിനുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ ബോഡി ഹെയർ ടാംഗ്ലിംഗ് ഒക്കെ ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട്. ഈ മസാജറിൽ വേരിയബിൾ സ്പീഡ് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോ മുതൽ ഹൈ വരെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1500 മുതൽ 3000 RPM വരെയാണ് അത്. പിന്നെ എർഗണോമിക് ഹാൻഡിലുള്ളതുകൊണ്ട് തന്നെ പിടിക്കാനും ഉപയോഗിക്കാനും എളുപ്പമാണ്. പിന്നെ കോമ്പാക്ട് ആൻഡ് പോർട്ടബിൾ ഡിസൈനാണ്. അതുകൊണ്ട് ഏടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. കൂടാണ്ട് ലോങ് പവർ കോഡുള്ളതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യമാണ് നമുക്ക്. പിന്നെ 28 വാട്ട് പവറും ഉണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ മസിൽ ടോണിങ്, ഫാറ്റ് ബേണിംഗ് സപ്പോർട്ട്, ബോഡി ഷേപ്പിംഗ്, കംപ്ലീറ്റ് റിലാക്സേഷൻ എന്നിവയ്ക്കൊക്കെ സഹായകമാണ്. ഇത് നിങ്ങളുടെ തളർച്ച മാറ്റാനും ശരീരത്തിന് ഒരു മികച്ച റിലാക്സേഷൻ നൽകാനും അഗാരോ ആറ്റം പ്ലസ് ഇലക്ട്രിക് ഹാൻഡിൽഡ് മസാജർ മികച്ചൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ മസാജർ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിലീഫ് കിട്ടുന്നുണ്ട്. എന്നെ പോലെ കുറേ അമ്മമാരുണ്ടാവും ഈ മക്കളെ വയ്യനോടി ഒരു വഴിയായിട്ടുള്ളവർ. അമ്മമാർ മാത്രമല്ല, അച്ഛന്മാർ അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ല റിലീഫിന് ഇത് സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, പിള്ളേർക്ക് ഫസ്റ്റ് തന്നെ ഫുഡ് കൊടുക്കലാണ്. ഫസ്റ്റ് തന്നെ ഫുഡ് കൊടുക്കലാണ്. കാരണം വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല, പുറത്തൊക്കെ പോയി വന്നുകൊണ്ട് തന്നെ വിശന്ന് പണിയായി. ഇപ്പം പിന്നെ എല്ലാം കൊടുക്കും. ഇന്നൊന്നുമില്ല, എല്ലാ സ്ഥലത്തും ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. മാറ്റി കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് മടുക്കുമല്ലോ, നമ്മളെപ്പോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് മാറ്റി കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തി കൊടുക്കുന്നത്, ചപ്പാത്തി തക്കാളി കറിയാണ് കൊടുക്കുന്നത് അല്ലേ. ഇവർക്ക് പിന്നെ എരിവാന്ന് തോന്നുന്നു കുറച്ചും കൂടി ഇഷ്ടം. ഇങ്ങനത്തെയെല്ലാം ഞാൻ ചില സമയത്ത് ഞാൻ ഒരു തുള്ളി എന്താ പറയുക ന്യൂട്രലാക്കിയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ എന്നേരം അത്ര വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ കറിയെല്ലാം കൂട്ടി, മീൻ കറിയെല്ലാം കൂട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. പിന്നെ മറ്റേ ആള് അകത്തുണ്ട്, അയാൾക്ക് കൊടുത്ത് ഇതിൻ്റെ നടുക്ക് മുന്നേ ഒന്ന് കറങ്ങാൻ പോയത് കൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒക്കെ കൊടുത്തു. ഓള് പിന്നെ കുറച്ചേ തിന്നുന്നുള്ളൂ, ബാക്കിയുള്ള കളിയാ. ചേട്ടാ ഇതാ ഇവൻ തിന്ന് കഴിഞ്ഞിട്ടേ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചൊരു കാര്യം കൂടി ഉണ്ട്, ഫുഡ് റൊട്ടീനെ പറ്റിയിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഫുഡും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. മിക്ക ദിവസവും രാവിലെ നമ്മൾ എന്താണോ രാവിലെ കഴിക്കുന്നത് അത് കൊടുക്കും. പിന്നെ ചില ദിവസങ്ങളിൽ കുറുക്ക് കൊടുത്തിട്ടായിരിക്കും ഫുഡ് കൊടുക്കുക. അങ്ങനെ ഉണ്ടാവും. ചില ദിവസം നേരത്തെ ഇവരണിക്കും. അപ്പോൾ ആദ്യം കുറുക്ക് കൊടുക്കും, എന്നിട്ട് പിന്നെ ഫുഡ് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കല്ല ഇവർ ഉറങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർ എന്താണെന്ന് വെച്ചാൽ കേക്കെല്ലാം തിന്നും കേട്ടോ. ഇവർക്ക് പിന്നെ ടീ കേക്കല്ലേ, അതെല്ലാം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കും എണീച്ചൊക്കെ കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഉച്ചക്ക് നമ്മൾ ചോറ് എന്താണോ തിന്നുക, ചോറ്, കറി, മീൻ എല്ലാം കൂട്ടി കൊടുക്കും. ചില ദിവസങ്ങളിൽ മാത്രം ഇവരുടെ ദാലെല്ലാം ഇട്ടിട്ട് ഞാൻ ദാൽ കിച്ചടി പോലെ ആക്കിയിട്ടോ കഞ്ഞിയൊക്കെ ആക്കിയിട്ട് കൊടുക്കും. പക്ഷെ ഇപ്പം അതിനോടൊന്നും താല്പര്യമില്ല. നമുക്ക് നമ്മൾ തിന്ന ഫുഡിനോട് താല്പര്യം അല്ലേ സിറ്റു? പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ഞാൻ ഓട്സൊക്കെ കൊടുക്കാറുണ്ട്. എപ്പോഴും കൊടുക്കൊന്നുമില്ല, ചില ദിവസം കൊടുക്കും. ഓട്സ് കൊടുക്കും, അല്ലെ കഞ്ഞി കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റാഗി ആക്കിയിട്ട് കൊടുക്കും. അതൊക്കെ കുറച്ച് കൊടുക്കും. പിന്നെ രാത്രി ആകുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ രാത്രി ഒന്നെങ്കിൽ ദോശ അല്ല ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കും.
എന്തെങ്കിലും. പിന്നെ ഇനി എത്ര കാര്യം കാണാം നമുക്ക് പറയുന്നു അല്ലേ. അപ്പൊ ഇനി അമ്മ കൊടുക്കട്ടെ, വെറുതെ കുറെ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പൊ ഇതാ ഞാൻ തിന്നുമ്പോ പിന്നെയും വന്ന് തിന്നലാണ് ഇവളുടെ ജോലി അല്ലേ ശിവ? വേറൊരിടത്ത് നടന്ന് ജഡ്ജി തിന്നുമ്പോ ജഡ്ജിടയ്ക്കൊന്ന് തിന്നണ്ട്. എല്ലാവരും ഇടയ്ക്കും എന്താ തിന്നാനുള്ളതെന്ന് ഒന്ന് ഫുള്ള് ഓടി നടന്ന് നോക്കിയിട്ട് വേണോ ഓർക്കൊരു സമാധാനം കിട്ടാൻ. എന്തെങ്കിലും മാറി തിന്നാലോ ഓർ തിന്നല്ലാണ്ട് അല്ലേ? വന്ന് നോക്കുന്ന വർത്താനം വന്ന് നോക്കുന്നുണ്ടാ? അങ്ങനെയാണ് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. പക്ഷേ ഈ പോലീസിന് ഒരു ന്യായീകരണവുമില്ല. അപ്പൊ നമ്മളിതാ എന്റെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മുന്നോട്ട് വന്നാലും സാധനം നമ്മൾ ഇങ്ങോട്ടേക്ക് വീട്ടിൽ, കാരണം വെച്ചാൽ രണ്ടാളും മാനേജ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ എല്ലാ ദിവസം മുന്നോട്ട് പണിക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകും. ചാടിന് ഇവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ചെയ്യലേ അല്ലേ? അല്ലാണ്ട് ഈ രണ്ട് സാധനങ്ങളെ മാനേജ് ചെയ്യണമെങ്കിൽ ഒരു വഴിയാവും ഞാൻ അല്ലേ സിട്ടാ ശിവ? ഇപ്പൊ തന്നെ കാണില്ലേ കുർത്തക്കട കളിക്കുന്നത്. ഇനിയിപ്പം ഇവർക്ക് മരുന്നൊക്കെ കൊടുക്കാനുണ്ട്. മരുന്നൊക്കെ കൊടുക്കട്ടെ. അതൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞാലല്ലേ പാല് കൊടുക്കും, പിന്നെ കിടത്തി ഉറക്കും. കാരണം ഇന്ന് പ്രത്യേകിച്ചിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടാ പിടിച്ചതല്ലോ. കണ്ടാ അവിടെ കണ്ട ഇനിയിപ്പോൾ എല്ലാം വലിച്ച് വാരിയിടണം. അത് റിമോട്ട് കാറിന്റെ റിമോട്ട് വലിക്കുന്നുണ്ട്, ടാബ് മുന്നിന്റെ വർക്കിൽ ടാബ് വലിക്കുന്നുണ്ട്, എല്ലാം വലിച്ച് വാരിയിടണം. താങ്ക് യു സിട്ട്, നല്ല പോലെ സിട്ട് അമ്മേന്റെ ഫോൺ നമുക്ക്. താങ്ക് യു, വെരി ഗുഡ്. എവിടെ കയറി പോന്നേ? ഒറ്റ ഫോൺ തരും, ഫോൺ പിന്നെ മാറ്റി പോകും. ഇതാ കടിക്കരുത്. ഇവർക്ക് ഫോൺ എന്തിനാ? കടിക്കാനാ, കടിച്ച് തിന്നാനാണ് ഫോണ്. ഫോൺ കാണുന്നുണ്ടായില്ല. ആ ഹലോ ഹലോ ശിവാട്ടി എടുത്തു. ഹലോ, അറിയാം അത് ഫോണല്ലാന്ന്. നമുക്കിതാ ആ താങ്ക് യു. ആ അടുത്ത ആൾ ഒരാടിക്കേന്ന് വാങ്ങും, മറ്റേ ആൾ തിരിച്ചങ്ങോട്ടേക്ക് വാങ്ങും. അപ്പൊ അങ്ങനെ ഇനി ഞാൻ മരുന്ന് കൊടുക്കട്ടെ. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പാല് കൊടുക്കാനുള്ള ഭയങ്കര ഇള്ളയിട്ടില്ല. ഇവർ ഉറക്ക് പണിയാവും, എല്ലാം അവസ്ഥയാവും. ഞാൻ ഇനി മരുന്ന് കൊടുക്കട്ടെ, വേഗം ഉണ്ടാക്കും. ശിവ ഇറങ്ങി മണ്ണ് വെച്ചാൽ നമുക്ക് ഇത് സിട്ടപ്പിന് മാത്രമുള്ള മണ്ണ്. ആ മണ്ണ് കുടിക്കണ്ടേ? എന്താ സാധാരണ ഇഷ്ടമാണല്ലോ ഇത്, ഭയങ്കര ഇഷ്ടമുള്ള മരുന്ന്. ഇന്നത് കളിക്കട ഇങ്ങോട്ട് കളിക്കട്ടെ. ഇങ്ങതാ ഇതാ കട എന്നേരം കുടിക്കും. തീർന്നിട്ടില്ല. വെരി ഗുഡ് പറഞ്ഞെന്നാ ചെയ്യണ്ട സിട്ടോ? ഞാൻ തരില്ല. ഇനി ശിവാട്ടിന്റെ മാറ ശിവ മാറ. അമ്മ മരുന്ന് എടുക്കട്ടെ. ബാ തുപ്പറത്തെ ഇത് ചുമേൻ്റെ അതുകൊണ്ട് വലിയ പിടുത്തല്ല. ചിട്ടിന് എടുക്കുന്നത് അമ്മ ചിട്ടിന് എടുക്കുന്നത്. ചിട്ടു പിടിച്ച് എനി ശിവ ശിവക്ക് ഇഷ്ടമാണ്. ശിവ ഓ സിട്ടിന് ആ സിട്ടിന് ഇഷ്ടാണ് ഈ വന്ന്. ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക്. ഇത് കുടിച്ചില്ലെങ്കിലേ നിന്റെ കോര മാറൂല. എന്റെ മോളി ഇത് വൃത്തിയുടെ ടേസ്റ്റ് മരുന്നാണ്. ഇഷ്ടമാണ്. സൂപ്പറാ. എനിക്കില്ല ഇത് എനിക്കില്ല. ശിവന്റെ അടുത്ത മരുന്ന് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കാം. ഓക്കെ അടി. ഹൈ ഫൈ. കുത്തം കേട്ട പെണ്ണ്.
ഞാൻ വിടൂരാണ് ക്വാളിറ്റി മാമന്റെ ക്വാളിറ്റി പെണ്ണേ ഷർട്ടിന്റെ പെണ്ണേ. ഇവിടെ രണ്ടാൾ പാല് കൂടി തുടങ്ങിയിട്ടുണ്ട്. അതാ ഒരാൾ കുടിച്ചോടക്കി ഇവള് കുടിച്ച് കഴിഞ്ഞ കേട്ടോ. ഇവള് കുടിച്ച് കഴിഞ്ഞ് കാരണം വെച്ചാൽ ഇവർക്ക് വിശക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പാല് കുടിക്കും, ഒന്ന് മേലെ അഴിച്ചു കൊടുക്കും, സ്ട്രെയിറ്റ് കടത്തി അങ്ങ് ഉറക്കും. അതാണ് ഈ പരിപാടി. ഇപ്പം തന്നെ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് ഇവർ 10 മണിയിലാകുമ്പോഴത്തേക്ക് ഇവർ മാക്സിമം ഉറക്കും. ഇവർ നമ്മൾ 10 മണിയിലാകുമ്പോഴത്തേക്ക് ഇവർ ഉറക്കും. അതാണ് നമ്മുടെ പരിപാടി. ഇപ്പം പിന്നെ സുഖമില്ല രണ്ടാക്കും ജലദോഷമൊക്കെ പിടിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് ഉറക്കൊക്കെ എങ്ങനെയൊക്കെയാണ് അതേപോലെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്, കുട്ടികൾ എങ്ങനെ കറക്റ്റ് ഉറങ്ങാറുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇടക്കിടക്ക് എണീച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ ഉറങ്ങും, പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ഉറക്കമൊന്നുമില്ല. ഇവർ നമ്മളിപ്പം പാലെല്ലാം കൊടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ ഇവർ അങ്ങ് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് എണീക്കും. പക്ഷെ അങ്ങനെ പാല് കൊടുത്ത് ഉറക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്ങ് ഉറങ്ങിക്കോളും. നമ്മൾ പിന്നെ രാത്രി ബ്രസ്റ്റ് മിൽക്കാണ് യൂസ് ചെയ്യില്ല, അങ്ങനെ ഫോമിലൊന്നും കൊടുക്കല്ല. ഈ കൊടുക്കലേ ഇപ്പൊ ഫോർമുലയുള്ളൂ, അല്ലാണ്ട് ഫോർമുലൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇവരെ മേലെല്ലാം കഴിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് ഇവർ ഉറക്കട്ടെ. ഓക്കെ. പിന്നെ ഞാൻ ഒരാളെ മേലെ അയച്ചിട്ടുണ്ട്. ജസ്റ്റ് വാഷ് ബേസിനിടയ്ക്ക് ഒന്ന് ഇതാക്കുക. തണുത്ത വെള്ളത്തിൽ തന്നെ മേലൊക്കെ കഴിക്കല്. രാത്രിയെല്ലാം തണുത്ത വെള്ളത്തിൽ തന്നെ കഴിക്കല്. രാവിലെ കുളിപ്പിക്കുമ്പോൾ മാത്രം, വൈകുന്നേരം കുളിപ്പിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ ഇതാക്കുള്ളൂ. ജസ്റ്റ് മേലെല്ലാം കഴിച്ചു കൊടുക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ തുടച്ചു കൊടുക്കട്ടെ. ഇനി അടുത്ത പരിപാടി മുന്നോട്ടിയാണ് ഡ്രസ്സ് മാറ്റി കൊടുക്കുക. അപ്പത്തേക്ക് ഞാൻ മറ്റയാളെ മേലെ അയച്ചു കൊണ്ടിരും അല്ലേ. എന്താ മുന്നേ കുറച്ചെടുത്തോ എടുക്കട്ടെ. അച്ഛൻ്റെ പരിപാടിയാണ് മക്കളെ ഡ്രസ്സ് മാറ്റി കൊടുക്കുക എന്നുള്ളത് അല്ലേ. മറ്റേ ആളെ ഇനിയിപ്പോൾ മേലെ അയച്ചു കൊടുക്കണം. ഈ സമയം കൊണ്ട് ഓറ് മാറ്റിക്കുമ്പോഴത്തേക്ക് ഞാൻ മറ്റേ ആളെ മേലെ അയച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ മറ്റേ ആളെ ഓറ് മാറ്റും. അപ്പം ഞാൻ ഇനി വേഗം പോയിട്ട് മറ്റേ ആളെ മേലെ അയച്ചിട്ട് വരട്ടെ. അപ്പം രണ്ടിനെയും ഡ്രസ്സെല്ലാം മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പോയി കുളിക്കട്ടെ. ഇനി ഞാൻ പോയിച്ച് കുളിക്കട്ടെ, എന്നിട്ട് വേണം ഇവരെ കിടന്നു. കാരണം ഞാൻ ഇവരെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് നനയും. അപ്പൊ ഇനി ഇവരെ അടുത്ത ചെയ്യണം. ഇനി ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ മുന്നേ ഇവരെ നോക്കും. എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് ഇനിയിപ്പോൾ ഇവർക്ക് കുറച്ച് പാലും കൊടുത്ത് ഇവരെ അങ്ങനെ ഉറക്കും. അതാണ് നമ്മുടെ നൈറ്റ് റൊട്ടീൻ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ എന്നാ ഊപ്പാലിളകും. അത് പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഇതാണ്. അപ്പൊ അത്രയൊക്കെയുള്ള വീഡിയോ. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഇനി ഇതേപോലെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ടാറ്റാ ബൈ ബൈ. ബൈ ബൈ, ടാറ്റാ 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 ഫ്രണ്ട്സ്. ഉമ്മ ഉമ്മ ടാറ്റാ ടാറ്റാ. ഇല്ലപ്പ.